إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഒരു ഈദുൽ അദ്ഹ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട രൂപത്തിൽ ഈദ് ആഘോഷിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വഹാബത്ത് ഈദിന്റെ സന്ദേശമായി പരസ്പരം കൈമാറിയിരുന്നത് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. വകുല്ലു ആമിൻ വ അൻതും ബിഖൈർ, എല്ലാ സമയത്തും അല്ലാഹുവിൽ നിന്നുള്ള ഖൈർ നന്മ വർഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് രണ്ട് ഈദുകളാണുള്ളത്. ഒന്ന് റമദാനിന് ശേഷമുള്ള ഈദുൽ ഫിത്ർ, മറ്റൊന്ന് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് നാം ആഘോഷിക്കുന്ന വലിയ പെരുന്നാൾ ഈദുൽ അദ്ഹ. വിശ്വാസികളുടെ ആഘോഷം അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ ഒരിക്കലും നമ്മൾ അതിരുകവിയാൻ പാടില്ല. ഇസ്ലാം വിശുദ്ധമാക്കിയ കാര്യങ്ങളിലൂടെയല്ല നാം ആഘോഷിക്കേണ്ടത്, മറിച്ച് യൗമുൻ നഹർ, അറവിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് മഹത്വമുണ്ട്. ഈ ദിവസത്തിന് ഏറെ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന അവ്വല മാ നബ്ദഉ ഫി യൗമിനാ ഹാദാ അൻ നുസല്ലിയ ثم نرجع فننهر فمن فعل ذلك فقد أصاب سنتنا. ഇന്നിതാ ഈദുൽ അദ്ഹയുടെ ദിവസത്തിൽ നാം ആദ്യമായി നമസ്കരിച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി ഖുർബാനി, നഹറ്, ദബഹ് അത് നടത്തുന്നതാണ്, ബലികർമ്മം നടത്തുന്നതാണ്. ആരപ്രകാരം ചെയ്തുവോ അവന് നമ്മുടെ സുന്നത്ത് ലഭിച്ചു. വമൻ നഹറ ഖബ്ല സ്വലാത്തി ഫഇന്നഹു ലഹ്മൻ ഖദ്ദമഹു ലിഅഹ്ലിഹി. ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പാണ് അറവ് നടത്തിയതെങ്കിൽ അവൻ കുടുംബത്തിന് വേണ്ടി അവൻ മാംസം തയ്യാറാക്കി എന്നതല്ലാതെ ഫലൈസ മിനൻ നുസ്ഖി ഫീ ശൈഇ, ഈ ബലികർമ്മം എന്ന മഹത്തായ ഉദ്ഹിയ്യത്ത് എന്ന ഇബാദത്തിന് യാതൊരുവിധ പ്രതിഫലവും അവന് ലഭിക്കുകയില്ല. നമസ്കാരത്തിന് ശേഷമാണ് അത് നിർവഹിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നിയമമാക്കിയ കാര്യമാണത്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഓരോ സമുദായത്തിനും ആരാധനാക്രമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ലിയദ്കുറുസ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അല്ലാഹു അവർക്ക് നൽകിയ നാൽക്കാലികളിൽ നിന്ന്, ആടുമാടൊട്ടകളിൽ നിന്ന് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി അവർ ബലിയർക്കുവാൻ വേണ്ടി വഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധന ഏകനായ ആരാധനാണ്. വലഹു അസ്ലിമു, അവർ നിങ്ങൾ കീഴ്പ്പെടൂ.
അങ്ങനെ വിനയം കാണിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്ത. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസം നഹറിന്റെ ദിവസമാണ്, അറവിന്റെ ദിവസമാണ്. പിന്നെ അതിനെ തുടർന്നുള്ള ആ പിറ്റേ ദിവസമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, യൗമ അറഫ യൗമുൻ നഹർ വ അയ്യാമുൽ തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം അയ്യാമു അക്ലിൻ വ ശുർബിൻ വ ദിക്രിൻ ലില്ലാഹ്. അറഫ ദിവസവും അതുപോലെ തന്നെ ദുൽഹിജ്ജ 10 യൗമുൻ നഹറും തുടർന്നുള്ള 3 ദിവസങ്ങൾ അയ്യാമുൽ തശ്രീഖും വിശ്വാസികൾക്ക് ഇസ്ലാമിലെ ആഘോഷങ്ങളാണ്. അന്ന് തിന്നുകയും കുടിക്കുകയും അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യേണ്ടുന്ന നാളുകളാണ്. അതുകൊണ്ട് തന്നെ നാം ഖുർബാൻ നിർവഹിച്ചുകൊണ്ട് കുലു വതസദ്ദഖു വതഖിറു, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കൂ, നിങ്ങൾ അത് സ്വതക്ക നൽകൂ, നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നിശ്ചയമായും ആര് അല്ലാഹുവിന്റെ മഹത്വത്തെ ആര് ഉദ്ഘോഷിക്കുന്നു, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, അവന് വലിയ സ്ഥാനമാണുള്ളത്. ആര് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നു അത് ഹൃദയത്തിന്റെ തഖ്വയാണ്. പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നാം വന്നത്, തക്ബീറുകൾ മുഴക്കിയത്, ഖുർബാന നടത്തുന്നത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി കണ്ടതായ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെയാണ്. അതിനെ നാം ആദരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിന്റെ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെയും അവിടുത്തെ കുടുംബത്തെയും ഓർക്കുകയും അവിടുത്തെ ജീവിതം നാം മനസ്സിലാക്കുകയും ചെയ്യണം. അതിൽ വിശ്വാസികൾക്ക് വലിയ ഈമാനികമായ വലിയ ശക്തിയും കരുത്തുമാണ് പകർന്നു നൽകുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു. നിങ്ങൾക്ക് ഉത്തമമായ റോൾ മോഡൽ ഉണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലും അദ്ദേഹത്തെ ഫോളോ ചെയ്തവരായ ആളുകളിലും. സഹോദരങ്ങളെ, നാം ദിനേനയെന്നോണം സ്മരിക്കുന്ന ഓർക്കുന്ന മഹാനായ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും നൽകണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ബറക്കത്ത് നൽകിയതുപോലെ, അനുഗ്രഹം നൽകിയതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുഗ്രഹം നൽകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, വിശ്വാസികളെ പഠിപ്പിച്ചതായ പ്രഭാതത്തിലെ ദിക്റുകളിൽ അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീൻ നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിമ ഹനീഫ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. അതെ, ശിർക്കിന്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ ജീവിതം പൂർണ്ണമായി റബ്ബിന് സമർപ്പിച്ച, വക്രതയില്ലാതെ ജീവിതം നയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ്, ആദർശത്തിലാണ് നാം എന്ന പ്രഖ്യാപനമാണ്. പ്രിയമുള്ളവരെ, ഈ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ നാം നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ അഖിലവും നാം ഉൾക്കൊള്ളുകയും നാം ഉദ്ഘോഷിക്കുകയും നാം പ്രകടമാക്കുകയും ചെയ്യുന്നത് ഈ ഒരു ആദർശമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ് നാം എന്ന്. എന്തുകൊണ്ടാണ് ഇത്രയധികം മഹത്വവും ശ്രേഷ്ഠതയും എല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ഏറെ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. വൈദിബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയുണ്ടായി. ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം വിജയിച്ചു. തന്നോട് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു. അന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതമ്മ മാ ഉമിറ ബിഹി, തന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം പൂർണ്ണമായി നിർവഹിച്ചു. അള്ളാഹുവിനോടുള്ള മുഴുവൻ കരാറുകളും അള്ളാഹുവിനോടുള്ള മുഴുവൻ ആരാധനകളും കൃത്യമായി നിർവഹിച്ചു. കലിമാത്ത് എന്നതിന് മുഫസ്സിറുകൾ വ്യാഖ്യാനം നൽകിയത് അവാനവാഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതെല്ലാം അനുസരിച്ചു, അള്ളാഹു വിരോധിച്ചതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് റബ്ബിന് കീഴ്പ്പെട്ട് ജീവിതം നയിച്ച ഹനീഫായ മുസ്ലിമായ അവ്വലുൽ മുസ്ലിമീനിൽപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശമാണ് പ്രിയമുള്ളവരെ നാം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതാണ് നാം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. നിശ്ചയമായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സമുദായം, ഒരു സമൂഹം
ലോകത്ത് കടന്നുപോയ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു കഴിഞ്ഞുപോയ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ച ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സമൂഹം നിർവഹിക്കുന്ന ഡ്യൂട്ടിയാണ് ഈ ലോകത്ത് നിർവഹിച്ചിട്ടുള്ളത്. മാത്രമല്ല റബ്ബിന് കീഴ്പ്പെട്ടു, വക്രതയില്ലാത്ത ജീവിതം നയിച്ചു. അതെ, അദ്ദേഹം ഒരിക്കലും ശിർക്കിന്റെ ആളായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സെലക്ട് ചെയ്തു, സന്മാർഗ്ഗം കാണിച്ചു, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുകയും ചെയ്തു. മാത്രമല്ല സഹോദരങ്ങളെ, വആതൈനാഹു ഫിദ് ദുനിയ ഹസന, അദ്ദേഹത്തിന് ദുനിയാവിൽ നന്മകൾ നൽകി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, പരലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. എന്താ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നത്? അവിടുത്തെയും അവിടുത്തെ കുടുംബത്തെയും ജീവിതം ഒറ്റപ്പെട്ടുകൊണ്ട് അതേ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി ജീവിച്ച അദ്ദേഹത്തിന് എന്ത് ഹസനത്താണ് പ്രിയമുള്ളവരെ ദുനിയാവ് ലഭിച്ചത്? റിസ്ഖൻ വാസിഅ, വിശാലമായ ഉപജീവനം ലഭിച്ചു. സൗജത്തൻ ഹസന, ഏറ്റവും നല്ല ഒരു ഭാര്യയെ ലഭിച്ചു. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ലഭിച്ചു. അഖ്ലാഖൻ മർദിയ, ഉത്തമ സ്വഭാവത്തിനുടമയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഏറെ മഹത്വങ്ങളുള്ളതായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയമുള്ളവരെ, ഓരോ മുസ്ലിമിനും തന്റെ ഈമാനിലും തവക്കുലിലും സഹനത്തിലും ക്ഷമയിലും പ്രതീക്ഷയിലുമെല്ലാം ഏറെ വലിയ ഉത്തമമായ മാതൃകയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാർഗമാണ് അദ്ദേഹത്തിന്റെ മില്ലത്തിനെയാണ് പിന്തുടരുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുള്ളത്. ആരാണ് ആ മാർഗത്തോട് വിമുഖത കാണിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, വമയ്യറഹബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വന്തത്തോട് അവിവേകം ചെയ്തവനല്ലാതെ, സ്വന്തത്തെ വെട്ടിയാക്കിയവനല്ലാതെ ഇബ്രാഹിമി മില്ലത്തിനോട് വിമുഖത കാണിക്കുകയില്ല, അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയില്ല. നിശ്ചയമായും അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതായ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായ പ്രവാചകനാണ്. പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുള്ളാഹിയുടെ ജീവിതം സ്മരിക്കാതെ ത്യാഗത്തിന്റെ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നുപോയി അദ്ദേഹം അചഞ്ചലമായ അടിയുറച്ച ഈമാനിന്റെ ആ മാർഗത്തിലും സഹനത്തിലും റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ടുമുള്ള ആത്മസമർപ്പണത്തിന്റെ ആ ഒരു ജീവിതമാണ് നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രപഞ്ച സിദ്ധാവായ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് ആ റബ്ബിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച അദ്ദേഹത്തിന്റെ ഈ സ്മരണകൾ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ജീവിതം, അത് സ്മരിക്കാതെ ഒരു ബലിപെരുന്നാളും കഴിഞ്ഞു പോകാൻ നമുക്ക് സാധ്യമല്ല. അതാണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിൽ ഊർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം വിഗ്രഹാരാധകനായ ആദറിന്റെ മകനായി ജനിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കെല്ലാം ഉത്തമമായ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലും കുടുംബത്തിലും ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. വിശ്വാസ ജീവിതത്തിൽ അവൻ താൻ മനസ്സിലാക്കിയ സത്യം ആരുടെ മുമ്പിലും തുറന്നു പറയാൻ, തന്റെ വിശ്വാസം, തന്റെ ആദർശം അത് സത്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമും തിന്മ കണ്ടാൽ, തെറ്റ് കണ്ടാൽ സ്നേഹത്തോടെ, വിനയത്തോടെ, താഴ്മയോടുകൂടി, നസീഹത്തോടുകൂടി അതിനെ ഉണർത്തിക്കൊടുക്കാൻ, ഇത് ശരിയല്ലെന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടാവണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത് സ്വന്തം പിതാവിനോട്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, പൊന്നു പിതാവേ, നിങ്ങൾ എന്തിനാണ് കാണാത്ത, കേൾക്കാത്ത, യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു പിതാവേ എന്ന് ചോദിക്കുന്നു. യാ അബതി, എന്റെ പൊന്നു പിതാവേ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതി ബിക, നിങ്ങൾക്ക് വന്നിട്ടില്ലാത്ത ഒരു ഇൽമി എനിക്ക് വന്നിട്ടുണ്ട് അല്ലാഹുവിൽ നിന്ന്. ഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയ, നിങ്ങൾ എന്നെ പിന്തുടരൂ, നിങ്ങൾക്ക് നേരായ മാർഗ്ഗം ഞാൻ കാണിച്ചു തരാമെന്നാണ്. യാ അബതി, വീണ്ടും വിളിക്കുന്നു പൊന്നു പിതാവേ, ലാ തഅബുദി ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ, നിശ്ചയമായും പിശാച് റബ്ബിനോട് ധിക്കാരം കാണിച്ചവനാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഒരു പിതാവിനോട് എത്ര നസീഹത്തോടുകൂടി, ഒരിക്കലും തന്റെ പിതാവ് നരകഗ്നിയിലേക്ക് കടന്നു പോകരുത് എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടിയാണ് പറയുന്നത്. യാ അബതി, വീണ്ടും പറയുന്നു സൂറത്ത് മറിയമിൽ നമുക്കത് കാണാം. ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ,
വലിയ, എന്റെ പൊന്നുപിതാവേ, റബ്ബിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, പിശാചിന്റെ കൂട്ടാളിയാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഈ മാർഗം സ്വീകരിക്കല്ല എന്നുള്ള തൗഹീദിന്റെ സന്ദേശം അവിടെ ഉണർത്തിയപ്പോ എന്താ സഹോദരങ്ങളെ പിതാവ് പ്രതികരിച്ചത്? ഇബ്രാഹിം, നീ എന്റെ മാർഗത്തെ വെറുക്കുകയാണോ? നിശ്ചയമായും ഞാൻ നിന്നെ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, സ്വന്തം പിതാവിനോട് നന്മ ഉപദേശിച്ചതിന്റെ, തൗഹീദ് ഉപദേശിച്ചതിന്റെ ഫലമായി ലഭിച്ചത് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അദ്ദേഹം അവസാനിപ്പിച്ചില്ല, അതെന്റെ പിതാവിനെ സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി. തന്നെ റബ്ബ് ഏൽപ്പിച്ച തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമാണ് ഈ ദീനിന്റെ ദഅവത്ത്. അത് ജനങ്ങളോട് പോയി വളരെ യുക്തിപരമായി കൊണ്ട്, ബുദ്ധിപരമായി ജനങ്ങളോട് സംവേദിച്ചുകൊണ്ട് സെട്ടാവിനെ പരിചയപ്പെടുത്തി. നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു, പക്ഷേ അത് അസ്തമിച്ചു പോയി, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രനെ കണ്ടപ്പോൾ ഇതാണ് എന്റെ രക്ഷിതാവെന്ന് പറഞ്ഞു, പക്ഷേ അതും അസ്തമിച്ചു പോകുന്നതാണ്. അതേ, സൂര്യൻ ഉദിച്ചു കൊന്നുമ്പോൾ പറഞ്ഞു അദ്ദേഹം ഇതാ വലിയ സൂര്യൻ എന്റെ രക്ഷിതാവാണ്, പക്ഷേ അതും അസ്തമിച്ചു പോവുകയാണ്. ഒരിക്കലും നിങ്ങൾ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അവരുടെ വിശ്വാസത്തിന്റെ മൗഢ്യതയെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾ ആരാധിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളുമെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, കാണാത്ത കേൾക്കാത്ത ഉത്തരം ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. അതെല്ലാം എന്റെ ശത്രുക്കളാണ്, ലോകരക്ഷിതാവായ അല്ലാഹു ഒഴികെ. ആരാണ് ആ റബ്ബ്? എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് നേർമാർഗം കാണിച്ചു തന്നവനായ ആ റബ്ബ്. എന്നെ കുടിപ്പിക്കുകയും എനിക്ക് ഭക്ഷണം നൽകുന്നതുമായ ആ റബ്ബ്. ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് ഏതൊരു റബ്ബാണോ അതാണ് എന്റെ രക്ഷിതാവ്. എന്നെ ജീവിപ്പിക്കുകയും എന്നെ മരിപ്പിക്കുകയും ചെയ്യുന്നതായ റബ്ബ്. പരലോക ദിവസത്തിൽ എന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്ന എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. സഹോദരങ്ങളെ, നിരീശ്വരവാദത്തിന്റെ, നിർമ്മതവാദത്തിന്റെ, മതനിരാസത്തിന്റെ ഈ ലോകത്ത് ഒരു യഥാർത്ഥ മുസ്ലിമായി ആർജവത്തോടെ റബ്ബിനെ പരിചയപ്പെടുത്താൻ, ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മൾ ഈ ഹത്ത് ഒരിക്കലും മറച്ചു വെക്കേണ്ടതില്ല. ഇറാഖിലെ ഭരണാധികാരിയായ നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെയും സത്യം പറയുകയാണ്. അധികാരം നൽകപ്പെട്ട നമ്രൂദിനോട് പറയുന്നു, അതെ, ഇബ്രാഹിമോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിനോട് പറയുന്നു, ഇന്നല്ലാഹ യുഹീ വയുമീത്. ആദ്യമായി പറഞ്ഞു എന്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നമ്രൂദ് പറഞ്ഞു കാലാന ഉഹീ വയുമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോഴാണ് ഇബ്രാഹിം പറഞ്ഞത് ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ രക്ഷിതാവ് കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, സാധിക്കുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് നീ സൂര്യനെ ഉദിപ്പിക്കുക. ഫബുഹിതല്ലദീ കഫർ, ആ അക്രമിയുടെ വായ അടഞ്ഞുപോയി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ആ സമൂഹത്തിൽ ഒറ്റയാൾ പട്ടാളമായി കൊണ്ട് അദ്ദേഹം തന്റെ ദൗത്യം നിർവഹിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആളുകളെല്ലാവരും കൂടി നമ്രൂദ് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി അതിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഇവരെ പിടിച്ച്, ഇബ്രാഹിമിനെ പിടിച്ച് അഗ്നിയിലേക്ക് വലിച്ചെറിയുക എന്ന്. സഹോദരങ്ങളെ, അവിടെയൊന്നും ഭയപ്പെട്ടില്ല, അദ്ദേഹം തളർന്നുപോയില്ല. എനിക്കെന്റെ റബ്ബ് മതി, എനിക്ക് വരമേൽപ്പിക്കാൻ. നോക്കൂ സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എനിക്കെന്റെ റബ്ബ് മതി എന്നുള്ളതാണ്. മാത്രമല്ല വഖാലഹാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഹീന ഖാലു, ശത്രുക്കൾ പറഞ്ഞല്ലോ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന്. സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന
ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ തകർക്കാനും അവരെ നേർക്ക് വാസ്തവത്തിന്റെ ശക്തികൾ അതിക്രൂരമായ നിലക്കുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ മരിക്കേണ്ടി വന്നാലും ജീവൻ നൽകേണ്ടി വന്നാലും ആദർശത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയാനും പ്രഖ്യാപിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് ഇസ്ലാമിലെ പ്രവാചകന്മാര്, അമ്പിയാക്കള്, സ്വഹാബത്ത്, സ്വാലിഹീങ്ങൾ അവർക്ക് നമുക്ക് വലിയ മാതൃകയാണ്. അതുകൊണ്ട് ആ വിശ്വാസമാണ് എനിക്കെന്റെ റബ്ബുണ്ട് കൂടെ എന്നുള്ള വിശ്വാസം. മറ്റൊന്നുമല്ല എനിക്ക് രക്ഷയേകുന്നത്, എനിക്ക് എന്റെ റബ്ബാണ്. ആളുകൾക്കൊന്ന് ഭയപ്പെടുകയാണ്, എന്താ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു പോയത്? ഒരു നമ്പർ 13-ാം നമ്പർ കിട്ടിയാൽ അതിലെന്തോ അപശകുനമുണ്ട്, ഈ വീട് അപശകുനമാണ്, അതുപോലെ തന്നെ സ്ഥലം, ഇങ്ങനെ ജോബ്, ഇങ്ങനെ പല കാര്യങ്ങളെയും അപശകുനമായി. അള്ളാഹുവിനുള്ള ഈമാനിന്റെ കുറവാണത് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു ചരടും വേണ്ട, ഒരു ഏലസും വേണ്ട, ഒരു ഉറുക്കും വേണ്ട, പിന്നെയോ ആ ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവിനുള്ള ഉറച്ച വിശ്വാസം. അല്ലാഹു ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, അല്ലാഹു തടഞ്ഞത് നൽകാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. വലാ റാദ ലിമാ ഖദൈത, അല്ലാഹു വിധിച്ചതിനെ തടയാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്ന വിശ്വാസമാണ്. അതുകൊണ്ട് സ്ഥലകാലങ്ങളോ അതല്ലെങ്കിൽ വസ്തുക്കളോ നമ്പറുകളോ ഒന്നും ഒരു വിശ്വാസിയെ അവന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാകുന്നില്ല എന്നാണ് പ്രിയമുള്ളവരെ തൗഹീദ് വിശ്വസിച്ചവരായ ആളുകൾക്ക് അവർക്ക് ഉള്ള സമാധാനം, അവർക്കുള്ള നിർഭയത്വം അതാണ്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ആ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മക്കളില്ലാതെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം വല്ല ജാറത്തിലും ദർഗയിലും പോയോ? ഇല്ല, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്ന് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. 19 വർഷക്കാലം മക്കളില്ലാതെ വിഷമിച്ച് പരീക്ഷിക്കപ്പെട്ടിട്ട് റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ് അദ്ദേഹം സഹായം തേടിയിട്ടുള്ളത്. അത് വിശ്വാസികൾക്ക് മാതൃകയാണ്. ഒന്നുകൊണ്ടുമല്ല, ഒരാൾക്കും കഴിയില്ല, റബ്ബിനെ കൊണ്ടല്ലാതെ സഹോദരങ്ങളെ നൽകാനും തടയാനും സാധ്യമല്ല എന്നുള്ള വിശ്വാസമാണ്. അതെ, ഒരു നല്ല വിനയാന്വിതനായ മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തു. നോക്കൂ നിങ്ങൾ, ഇസ്മായിൽ അലൈഹിസ്സലാം. അതെ, അത് കഴിഞ്ഞ് വീണ്ടും അത് അല്ലാഹുവിന്റെ പരീക്ഷണം വരുന്നു. തന്റെ ഭാര്യയെയും മകനെയും ആരോരുമില്ലാത്ത ആ ഒരു മണലാരണ്യത്തിൽ, ആ മക്ക ഇന്ന് നിലനിൽക്കുന്നതായ കഅബയുടെ സ്ഥാനത്ത് വിട്ടേച്ചു പോകാൻ അദ്ദേഹം അവിടെ ഇറാഖിൽ നിന്നും വന്ന് അദ്ദേഹം തന്റെ ഭാര്യയെയും മകനെയും അവിടെ വിട്ടേച്ചു പോയി. അല്പം ഈത്തപ്പഴവും അതുപോലെ തന്നെ വെള്ളവും മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ നിന്ന് മടങ്ങുമ്പോഴതാ വിശ്വാസികൾക്ക് മാതൃകയായ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബു വതത്റുകന ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ ശൈ. ഒരു മനുഷ്യനുമില്ലാത്ത, യാതൊന്നുമില്ലാത്ത ഈ ഒരു താഴ്വരയിൽ ഞങ്ങളെ വിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മനസ്സിൽ സങ്കടവുമായി അദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. വീണ്ടും ഇത് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ വീണ്ടും ആ ഹാജറ ബീവി ചോദിക്കുകയാണ്, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ ഇത്? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നഅം, അതെ. നോക്കൂ സഹോദരങ്ങളെ, ആ സമയത്ത് ഹാജറ ബീവി പറയുന്നുണ്ട്, ഇദല്ല യുബയ്യുന, എങ്കിൽ അല്ലാഹു ഞങ്ങളെ കൈവെടിയുകയില്ല. ഇതാണ് വിശ്വാസികളെ, മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളെ മനസ്സിലാക്കേണ്ടത്. ഹാജറ ബീവിയിൽ നിന്നുള്ള പാഠം അതാണ്. സഫ മർവ കുന്നുകളിൽ ഉംറക്കും ഹജ്ജിനും പോകുന്ന ആളുകൾ സഅയ് നടത്തുന്നതിന്റെ ഓർമ്മ എന്താണ്? ആ പൊന്നോമന മകനെയും ഭാര്യയെയും ആരോരുമില്ലാത്ത സ്ഥലത്ത് വിട്ടേച്ചിട്ടും ഞങ്ങളുടെ കൂടെ റബ്ബുണ്ട്, റബ്ബിന്റെ സഹായം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് സ്ത്രീകൾക്ക് വലിയ മാതൃകയാണ് അതിലുള്ളത്. മാത്രമല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. റബ്ബേ, ഞാനിവിടെ വിട്ടേച്ചു പോകുന്നത് എന്തിനാണ്? എന്റെ മക്കൾ നമസ്കാരം നിലനിർത്താൻ വേണ്ടി. അവിടെയാണ് പ്രിയമുള്ളവരെ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തെ ആദർശനിഷ്ഠയുള്ള ഇസ്ലാമിക കൾച്ചർ, ഇസ്ലാമിക സംസ്കാരത്തിൽ വളർത്താൻ നമുക്ക് വലിയ മാതൃകയാണുള്ളത്. ഇന്ന് നമ്മുടെ ബന്ധങ്ങളെല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുന്നു, മക്കളെല്ലാം നമ്മുടെ കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ മഹത്തായ മാതൃകയാണ് വിശ്വാസികൾക്കുള്ളത്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നോക്കൂ സഹോദരങ്ങളെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ വജ്നൂനി വബനിയ അഅബ്ദുൽ അസ്നാം, എന്നെയും എന്റെ സന്താനങ്ങളെയും ശിർക്കിൽ നിന്ന് ദൂരെയാക്കണേ. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി, റബ്ബേ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, റബ്ബേ
എന്നെയും എന്റെ ഭാര്യയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കണേ, എന്റെ മക്കളെയും നിനക്ക് കീഴ്പ്പെട്ടുകൊണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചത്. മാത്രമല്ല മരിക്കുന്ന സമയത്ത് പോലും അവരോട് നൽകിയ വസിയത്ത്, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മക്കളെ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. പ്രിയമുള്ളവരെ, ഈ ദുനിയാവ്, ഈ ജീവിതം ശാശ്വതമല്ല, ഇത് നശ്വരമാണ്, നശിക്കുന്നതാണ്. നമുക്ക് ബാക്കിയാകുന്നത് നമ്മളുടെ ഈമാനും നമ്മുടെ സൽക്കർമ്മങ്ങളും സ്വാലിഹായി വളർത്തിയ നമ്മുടെ മക്കളെയുമാണ്. അതുകൊണ്ട് അവരെ നമ്മുടെ കൈവിട്ടു പോകാതിരിക്കാൻ ഇബ്രാഹിം മില്ലത്തുൽ ഇബ്രാഹിമിൽ നമുക്ക് മാതൃകയുണ്ട്. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഈ ദുനിയാവിലും ആഖിറത്തിലും എന്റെ മക്കൾ എനിക്ക് പ്രയോജനപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ദീനിന് പ്രാധാന്യം നൽകണം. അവർക്ക് എന്തുണ്ടായിട്ടെന്താ, ദുനിയാവിന്റെ ഡിഗ്രികളോ അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളോ അതുപോലെ തന്നെ വലിയ സാലറിയോ ഒക്കെ അത് മരണം വരെ മാത്രം. പക്ഷേ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവരുടെ ദീനാണ്, അവർ പഠിച്ച ഈമാനാണ്, അവരുടെ ആദർശമാണ്. അത് നൽകാൻ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അൽഹംദുലില്ലാഹ്, ഈ തിരക്ക് പിടിച്ച ബാംഗ്ലൂരിന്റെ ജീവിതത്തിലടക്കം നമുക്ക് നമ്മുടെ മക്കളെ ഇസ്ലാമികമായ ആദർശത്തിൽ വളർത്താൻ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരായി, ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കുന്നവരായി, ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊണ്ടവരായിക്കൊണ്ട് ഇസ്ലാമിക കൾച്ചറിൽ വളർത്താനുള്ള മദ്രസ സൗകര്യം ഇവിടെ ലഭ്യമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനയെല്ലാം അനുസരിച്ച് റബ്ബിന് ജീവിതം സമർപ്പിച്ചു. അതെ, അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അദ്ദേഹത്തെ പരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം കളിച്ചു വളർന്ന് വലുതാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് ആ പൊന്നോമന മകനെ അറുക്കാൻ വേണ്ടി. നോക്കൂ സഹോദരങ്ങളെ, നമുക്കൊന്നും അങ്ങനെ പരീക്ഷണങ്ങൾ നമുക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടില്ലല്ലോ. സ്വന്തം മോനെ വിളിച്ചുകൊണ്ട് പറയുന്നു, സ്വപ്നത്തിൽ അള്ളാഹു അറിയിച്ചതാണ് നിന്നെ അറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? നോക്കൂ നിങ്ങൾ, ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ച ആ കുടുംബം, ആ മോനെന്താ പറയുന്നത്? അള്ളാഹു എന്ന് കൽപ്പിച്ചോ അത് നിങ്ങൾ അനുസരിക്കുക, ക്ഷമാലുവായിക്കൊണ്ട് തന്നെ കാണാം. ഇന്ന് സഹോദരങ്ങളെ, രക്ഷിതാക്കൾ കംപ്ലൈന്റ് പറയുന്നത് മക്കളെ പിടിച്ചാൽ കിട്ടുന്നില്ല, അവരുടെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ കൈവിട്ടുപോയി എന്നാണ്. സഹോദരങ്ങളെ, അത് നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും വലിയ നഷ്ടമായിരിക്കും. നമ്മൾ പറഞ്ഞിടത്ത് ഈമാനുള്ളവരായി, 5 നേരം നമസ്കരിക്കുന്നവരായി, സ്വാലിഹീങ്ങളായി നമ്മുടെ മക്കൾ വളരാൻ അതിജാഗ്രതയും പരിശ്രമവും നമ്മൾ വേണം. പ്രാർത്ഥിക്കണം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ പിതാവ് ജീവിതം സമർപ്പിച്ചു റബ്ബിനെ. തന്റെ ഭാര്യ ഹാജർ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി, തന്റെ മകൻ ഇസ്മായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് വിധേയമായി. വലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ആ മിനയുടെ മരവടക്കുകളിലേക്ക് തന്റെ പൊന്നോമന മകന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി കിടത്തി. ആ ജനിച്ചു കിടത്തി നെറ്റിത്തടം ഇങ്ങനെ ആ മണ്ണിൽ വെച്ചുകൊണ്ട് ആ കഴുത്തിൽ കത്തിവെക്കുന്ന സമയത്താണ് നാം നിങ്ങളെ പരീക്ഷിച്ചതാണ്, നിങ്ങൾ ഇതാ വിജയിച്ചിരിക്കുന്നു. അതിന്റെ ഫലമായാണ് സഹോദരങ്ങളെ അതിന് പകരമായി കൊണ്ട് അവിടെ ഒരു ആടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറുക്കാൻ കൽപ്പിച്ചു. ആ സ്മരണകളാണ് ഓരോ ബലിപെരുന്നാളിന്റെ സുദിനത്തിലും നമ്മൾ ബലി നടത്തുന്നത്. സഹോദരങ്ങളെ, ഇനി അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ, ഹറാമുകളെ, തിന്മകളെ എല്ലാം ബലികർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു അതനുസരിച്ച് അതാണ് നമുക്ക് വലുത് എന്നുള്ള രൂപത്തിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്. സഹോദരങ്ങളെ, കഅബ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു, അതും അനുസരിച്ചു. റബ്ബിനോട് ദുആ ചെയ്തു. ഇങ്ങനെ പരീക്ഷണങ്ങളുടെ തീക്കനൽ പദങ്ങളിലൂടെ കടന്നുപോയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് തന്നെ മാതൃകയായി നിങ്ങളോട് പഠിപ്പിച്ചു. മില്ലത്തുൽ ഇബ്രാഹിമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തുശ്രികൂൻ വമിമ്മാ തഅബുദൂൻ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ദൂരെയാണ്, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നുള്ള തൗഹീദിന്റെ ശക്തമായ സന്ദേശമാണ്. അതെ, ഇന്നലകളിൽ അറഫാ സുദിനത്തിലെ മക്കയിൽ വെച്ച് നമിറ പള്ളിയിൽ വെച്ച് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി
കുറിച്ച് ഹഫിളഹുള്ളയും അദ്ദേഹം നടത്തിയ അറഫ പ്രസംഗത്തിലും അദ്ദേഹം ഊന്നി പഠിപ്പിച്ചത് വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ, അല്ലാഹുവിൽ ആര് ശിർക്ക് വെച്ചോ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അല്ലാഹുവിനെ പോലെ കാണുന്നവനില്ല, അല്ലാഹുവിനെ പോലെ കേൾക്കുന്നവനില്ല, അല്ലാഹുവിനെ പോലെ ശക്തിയുള്ള കഴിവുള്ള ഒരാളുമില്ല, ഒരു സൃഷ്ടിയുമില്ല എന്നുള്ള തിരിച്ചറിവും, സൃഷ്ടികളെല്ലാം ദുർബലമാണ്, എല്ലാം കാണുന്ന കേൾക്കുന്ന റബ്ബിനാണ് നിങ്ങൾ ജീവിതം സമർപ്പിക്കേണ്ടത്, നിങ്ങളുടെ ഇബാദത്തുകൾ നൽകേണ്ടത്, നിങ്ങൾ ഭയപ്പെടേണ്ടത്, നിങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടത്, ആരാധനയുടെ മുഴുവൻ ഇനങ്ങളും അള്ളാഹു മാത്രമായിരിക്കണമെന്ന ആദർശമാണ് പ്രിയമുള്ളവരെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുക. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ മറന്നു പോകരുത്, ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പീസ് കൊടുത്തിട്ടെങ്കിലും നരകത്തെ നിങ്ങൾ തടുക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പെരുന്നാളിന്റെ സുദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കകൾ അധികരിപ്പിക്കാൻ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ നൽകിക്കൊണ്ട് സ്വതക്കകൾ അധികരിപ്പിക്കുക. അത് സഹോദരങ്ങളെ, നമ്മൾ എന്ത് കൊടുത്തോ അതേ നമുക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതും ഈ ദിവസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ നാം മറന്നു പോകരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, അവരെ നാം മറന്നു പോകരുത്. നമ്മിൽ നിന്ന് മറന്നുപോയ മൺമറഞ്ഞുപോയവരായ മാതാപിതാക്കളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്. അറ്റുപോയ ബന്ധങ്ങളെല്ലാം വിളക്കി ചേർക്കാൻ ഈ സുദിനത്തിൽ മാത്രമല്ല എപ്പോഴും വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഫാസിസ്റ്റ് ശക്തികളുടെ അവരുടെ അതിക്രമങ്ങൾ ഈ സമൂഹത്തിലെ ഈ അങ്ങേയറ്റത്തെ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിം താൻ ആരുടെ മുമ്പിലും മുസ്ലിമാണെന്ന് പറയാൻ, തന്റെ വിശ്വാസവും ആദർശവും അത് തുറന്നു പറയാൻ, ഉറക്കെ പറയാനുള്ള ആർജവം കാണിക്കണം. അതാണ് മില്ലത്ത് ഇബ്രാഹിമും നാം ചൊല്ലുന്ന തക്ബീറും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള ഈ തക്ബീർ വെറും ഒരു ശബ്ദം മാത്രമല്ല സഹോദരങ്ങളെ, അതിന്റെ മഅന, അതിന്റെ ആശയം അത് വളരെ വലുതാണ്. അത് നാം കൊണ്ടുവേണം ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ. മാത്രമല്ല, ഈ സുദിനത്തിലും പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ച് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഹോസ്പിറ്റലുകളിലായി രോഗികളായി വിഷമിക്കുന്ന ആളുകളുണ്ട്. ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങളെയും അവരെയൊക്കെ പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആഘോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വലിയ ആഘോഷം നിർവഹിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലുമെല്ലാം അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ.